ഈ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തത്? അത് മാത്രമല്ല, കുറച്ചുകൂടെ വൾണറബിൾ ആയതുകൊണ്ടാണോ? അല്ല, വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വരുന്നു. ലെറ്റ് മി കോട്ട് ഫക്രുദ്ദീൻ അലി. ഫക്രുദ്ദീൻ അലി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ 24 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, ഒന്നുകിൽ ഒരു യുദ്ധം തോൽക്കണം, യുദ്ധത്തിൽ ഭാരതത്തിന് വളരെയേറെ നഷ്ടമുണ്ടാവണം, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭാരതത്തിന് വളരെയേറെ നഷ്ടമുണ്ടാവണം, അല്ലാതെ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റില്ല എന്ന് ഫക്രുദ്ദീൻ അലി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫക്രുദ്ദീൻ അലിയാണ് അത് വിളിച്ചു പറഞ്ഞത്, ഓപ്പണായിട്ട് പറഞ്ഞത് ഫക്രുദ്ദീൻ അലിയാണ്. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിനോദസഞ്ചാരികളെ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഈ വിലപ്പെട്ട 26 ജീവനുകൾ കവർന്നെടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു, വെള്ളം വിടുന്നത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഡാമിൽ നിന്ന് വെള്ളം എന്താ പറയുക, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നു വിട്ടു. ഈ തീവ്രവാദി ആക്രമണം, വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഈ തീവ്രവാദി ആക്രമണം ഒരു പ്രകോപനമായിരുന്നെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ള അതിലും വളരെ വലിയൊരു പ്രകോപനം ഇന്ത്യ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭയത്തിനറിയാലോ, നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. അതിന് മുന്നേയും അങ്ങനെ ഒരു ആക്രമിക്കുന്ന ഒരു പതിവ് ഇന്ത്യക്കില്ല. ഭാരതത്തിന് അങ്ങനെ ഒരു പതിവില്ല. ഈ പ്രാവശ്യവും ഭാരതം ആക്രമിക്കില്ല. ഇങ്ങോട്ടൊരു പ്രകോപനം, അതിൽ വളരെ വലിയ ഇരട്ടിയിലുള്ള ഒരു പ്രകോപനം തിരിച്ചങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവരിങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ സജ്ജമാണ്, സൈന്യം സജ്ജമാണ്. ഞാൻ പറയട്ടെ, അപ്പോൾ നമ്മൾ 2022 ഒരു വാർത്ത കേട്ടു, ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു എന്ന്. ഓർക്കണ്ടോ? ഉണ്ട്. അബദ്ധത്തിൽ ഇന്ത്യ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു. അതായത് ഒരു മിസൈൽ ഫയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ കൈ തട്ടി പോകുന്നൊരു സംഗതിയല്ല. പക്ഷെ ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു. ആ ബ്രഹ്മോസ് മിസൈൽ 3 മിനിറ്റ് 44 സെക്കൻഡും പാകിസ്ഥാൻ എയർ സ്പീഡിലുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാൻ, അതായത് ഇത് 2022 നടക്കുന്നത്, 2021 പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മറ്റേ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. FD-2000 എന്ന് മറ്റാണ് അതിൻ്റെ പേര്. അതിന് വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കാതിരുന്നൊരു വാർത്തയാണ്. 3 മിനിറ്റ് 44 സെക്കൻഡ് ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ എയർഫീൽഡിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം പിടിച്ചില്ല? എയർ ഡിഫൻസ് സിസ്റ്റം എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല? വെരി ബേസിക്കലി നമ്മൾ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ചൈനയിൽ നിന്ന് വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അബദ്ധത്തിൽ കൈതട്ടി പോയതാ. അത്രയേ ഉള്ളൂ. വി ആർ പ്രിപ്പയർഡ്. നമ്മൾ ആ പ്രിപ്പറേഷൻ 10 പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റഫേൽ വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, മറ്റേ ആത്മനിർഭർ ഭാരത് എന്നതിൻ്റെ പേരിൽ നമ്മൾ ആയുധങ്ങൾ സ്വയം ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം ഈ യുദ്ധങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഫോൾട്ട് ലൈനിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ വീക്ക്നെസ് എവിടെയാണ്, അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം യുദ്ധമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയുടെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ധാരാളം ആയുധങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എന്ത് ചെയ്യണം, ഇതിനെതിരെ എന്ത് ചെയ്യണം എന്ന ഹോംവർക്ക് മുഴുവൻ പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് ചെയ്ത് റഷ്യ ഉക്രൈൻ വാറിലാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ നേരത്തെ പ്രിപ്പയർഡാണ്. ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ പോയി വിമാനം വാങ്ങാതെ നമ്മൾ ഫ്രാൻസിലും മറ്റ് എന്താ പറയുക ഇപ്പോൾ F-16 ഒക്കെ നോക്കുന്നതിൻ്റെ ഒരു കാരണവും കൂടി ഇതാണ്. ഒരു രാജ്യത്തിൻ്റെ ഫോൾട്ട് ലൈൻ നമ്മൾ സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.